പപ്പനെ തൂക്കിയേ വാസുനെ ചവിട്ടിക്കൂട്ടുന്നേ, പപ്പനെ തൂക്കിയേ വാസുനെ ചവിട്ടിക്കൂട്ടുന്നേ, സ്വർണം കട്ടവർ മൂങ്ങുന്നേ കോടതി ചവിട്ടിക്കൂട്ടുന്നേ, CPM മൂങ്ങുന്നേ പിണറായി ഓടുന്നേ, സ്വർണം കട്ടവർ ഞങ്ങളാ മാപ്പാക്കണേ അയ്യപ്പ, സ്വർണം കട്ടത് ഞങ്ങളാ പൊറുക്കണേ പൊന്നയ്യപ്പ. ഹലോ പോലീസെ, കേട്ടല്ലോ അല്ലേ? ഇതേ പാരടി പാടുന്നു, അയ്യപ്പന്റെ പാട്ടിലെ പാരടി പാടുന്നു. ഓടിവാ ഓടിവാ, സ്ഥലം പറഞ്ഞ് ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. പെട്ടെന്ന് വന്ന് ഇപ്പൊ കൈയോടെ തൂക്കിക്കൊണ്ടുപോവാ. വേഗം വാ, വേഗം വാ. ഞാൻ പിടികൂടി വെച്ചിരിക്കാം. ഇങ്ങനെയൊന്നും പോകില്ല, തെളിവ് സഹിതമുണ്ട്, റെക്കോർഡ്. അറസ്റ്റ് ചെയ്യണം സാർ, പാരടി അറസ്റ്റ് ചെയ്യണം സാർ. പാരടി പാടി സാർ, കോടതി പോലും ഓടിച്ചായിരുന്നു കേട്ടോ ആ കേസും കൊണ്ട് അങ്ങോട്ട് ചെന്നേന്. പോലീസ് വരണ്ട, അതാ നല്ലത്. അത് പിന്നെ ഞങ്ങളല്ലേ അറസ്റ്റ് നീക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഓ നീക്കണ്ടെന്ന് പറഞ്ഞു, ആദ്യം നീക്കിക്കോളാനാണല്ലോ നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒന്ന് അയപ്പെട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു എല്ലാരും. പിന്നെ ഞങ്ങൾ പിന്നെ അതെ നിങ്ങളല്ലേ എല്ലാവരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ കാര്യം ആൾക്കാർ. അപ്പൊ പിന്നെ ഒരു പാട്ട് എഴുതിയാൽ നിങ്ങൾ വിറയ്ക്കുന്ന എന്തിനാ? അത് പിന്നെ അയ്യോ അതൊന്നുമല്ല, അതിലൂടെ കടക്കാൻ വരട്ടെ. വ്രണം വല്ലാത്ത വ്രണപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കോടതിയിൽ സംഭവിച്ചത്? എന്തിനാന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഹൈക്കോടതി പിഴിഞ്ഞു, നിങ്ങളുടെ കമ്മികളെ എല്ലാം കൂടെ കൂട്ടത്തിലിട്ടങ്ങ് പിഴിഞ്ഞ്. SIT-നെയും പിഴിഞ്ഞായിരുന്നു. SIT ആരുടെയാ? അത് പിന്നെ ഹൈക്കോടതിയുടെ. ഓഹോ, SIT നല്ലത് ചെയ്യുമ്പോ ഹൈക്കോടതി, ചീത്ത വന്നാൽ ഞങ്ങളുടേത്. ആഭ്യന്തര വകുപ്പിന്റെ അല്ലേ അത്? അല്ല, ഹൈക്കോടതിയാണ് ഇറക്കിയത്. ഇനിയിപ്പോ ഇങ്ങനെ പറയും, ഹൈക്കോടതി ഞങ്ങളെ ചതിച്ചതാണ്. ഹൈക്കോടതി ആണോ ചതിച്ചതാണോ? അതാവുമ്പോ സുപ്രീം കോടതി ഒരു കേസ് കൊടുക്കാം ഹൈക്കോടതിക്കെതിരെ. ഹൈക്കോടതി റെസ്പെക്ട്. അപ്പൊ എന്റെ മാനവരെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്നത്തെ പുകില്? ഇന്ന് കോടതിയിൽ പേട്ടതുള്ളലായിരുന്നു. കാവടി എടുത്ത് തുള്ളിപ്പിച്ചു കോടതി എല്ലാത്തിനെയും. SIT ആദ്യം എടുത്തിട്ട് കുടഞ്ഞു. ശങ്കർ ദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് തൊടുന്നില്ല? അയ്യോ നിങ്ങളുടെ ആൾക്കാരാ, അറിഞ്ഞില്ലേ? എന്തുകൊണ്ട് അന്വേഷണം മുൻപോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആരെയെങ്കിലും ഒക്കെ സംരക്ഷിക്കാനാണോ എന്ന് കോടതി പച്ചയ്ക്ക് ഒരു ചോദ്യമായിരുന്നു. ഞങ്ങൾ ആരെ സംരക്ഷിക്കാൻ? നാട്ടുകാർ മൊത്തം മാനവര് മൊത്തം അറിഞ്ഞു ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞു. ഞങ്ങളുടെ കൈ കനമില്ല. ഇതിനു മുൻപ് വേറൊരടി, മണിക്കൂറുകൾക്ക് മുൻപേ വേറൊരടിയും കൂടെ കിട്ടി. ED അന്വേഷണം നടത്താം സ്വർണ്ണക്കൊള്ളയിൽ. അതിൽ വരെ കോൺഗ്രസിന് സംശയം ED വരുന്നത് ഞങ്ങളെ രക്ഷിക്കാനാണെന്ന്. എങ്ങനെ സംശയിക്കാതിരിക്കും? നിങ്ങളുടെ എന്തെല്ലാം കേസുകൾ അങ്ങ് കേന്ദ്ര ഏജൻസികൾ മുക്കിയായിരുന്നു. ഞങ്ങൾക്ക് പേടിയാണ് ED കേട്ടാ. അപ്പോഴാണ് പറയുന്നത് ഞങ്ങളെ ED കേട്ടാ പേടിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞാതൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ. ഞങ്ങൾ മാക്സിമം ശ്രമിച്ച് വരുത്താതിരിക്കാം. പക്ഷേ കോടതി. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ED അന്വേഷിച്ചാലും മാനവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഹൈക്കോടതിയുടെ അന്വേഷണം കൃത്യമായി നടക്കും. അതെന്നെ പറഞ്ഞത്. ED വന്ന് കുളം കലക്കാൻ നോക്കിയാലും ഏക്കൂല. കേന്ദ്രവുമായി ജിയുമായി ഒരു ധാർമ്മിക ബന്ധമുണ്ടാക്കിയത്, ധാർമ്മികത വേണ്ട, ഈ മറ്റേ കേന്ദ്രവുമായി ഒരു ബന്ധമുണ്ടാക്കിയാലും ഏൽക്കാൻ പോകുന്നില്ല. അതായത് SIT-യുടെ അന്വേഷണം ആ വഴിക്ക് നടക്കും, സമാന്തരമായി ED അന്വേഷിച്ചോട്ടെ. കോടതി അങ്ങനെ പറയാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അതായത് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തല്ലോ SIT-ക്ക് രാജ്യാന്തര ബന്ധമുണ്ടെന്ന്. അപ്പോൾ രാജ്യാന്തര ബന്ധം വന്നു കഴിയുമ്പോൾ അന്വേഷിക്കുന്നത് സംസ്ഥാന ഏജൻസിയല്ല, കേന്ദ്ര ഏജൻസികളാണ്. ആ ഒരു നിയമം വശമുള്ളത് കൊണ്ടാണ് കോടതി പറഞ്ഞത് സമാന്തരമായി ED അന്വേഷിച്ചോട്ടെ. കള്ളപ്പണം ഇടപാടുണ്ടോ എന്ന് അറിയണമെന്ന് അന്ന് അന്വേഷിച്ചിട്ട് പോകാൻ പറയാം. ഞാൻ കൂടെ പേടിയൊന്നുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു പാട്ട് കേൾക്കുമ്പോ പോലും വിറയ്ക്കുന്നത്? പാട്ട് അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും. അത് പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് മതങ്ങളെ ഒന്നും ഉപയോഗിക്കരുതെന്ന്. ഈ പ്രചരണത്തിന് ഇവര് പാട്ടെടുത്ത് ഉപയോഗിച്ചു. നിങ്ങൾക്ക് മറ്റേ അയ്യപ്പന്റെ എന്നെ കൊണ്ട് പറയുന്നത് കോണകം വരെ അടിച്ചോണ്ട് പോകാം അല്ലയോടോ? അതൊക്കെ വേറെ, അത് വേറെ, ഇത് വേറെ. ഇത് മതവികാരം വ്രണപ്പെടുത്തി. അപ്പൊ അടിച്ചോണ്ട് പോയപ്പോ മതവികാരം വ്രണപ്പെട്ടില്ലേ? പപ്പേട്ടൻ ഇന്ന് മോങ്ങുകയായിരുന്നു കോടതിയിൽ, എനിക്ക് ജാമ്യം തരണേ, എന്റെ പൊന്നു ജഡേജേ എനിക്ക് ജാമ്യം തരണേന്ന്. പത്മകുമാറിനും ജാമ്യമില്ല. ഈ പപ്പേട്ടനും കിട്ടൂല എല്ലാവരുടെയും ജാമ്യാപേക്ഷ. ED ഞങ്ങൾക്ക് പേടിയില്ല മാനവരെ, ED ഞങ്ങൾക്ക് പേടിയില്ല. പക്ഷെ ഹൈക്കോടതി അയ്യോ അല്ലെങ്കിൽ ED-യുടെ അന്വേഷണത്തിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസം. ED ആണ് ഞങ്ങൾ ഒരേ ഒരു അതെ, അത് നശിപ്പിച്ചു കളയാതെ. ED അന്വേഷണം നടക്കുകയാണെങ്കിൽ പറയാലോ നമുക്ക് രാഷ്ട്രീയമായ വേട്ടയാടലാണെന്ന്. അയ്യോ കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നേ, അയ്യോ കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നേ, അയ്യോ കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നേ. കാരണം ഓടി തള്ളിക്കൊണ്ട് വരെയാണ്. ഇവിടെ ശബരിമല സ്വർണ്ണം കേട്ടില്ല, അപ്പോഴേക്കും ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നു. ഇവിടെ സ്വർണ്ണം കേരളത്തിന്റെ
സ്വർണം കാണുമ്പോ കൈയിട്ട് നക്കാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഇമാതിരി കേസ് വരുന്നത്. എന്തിനിങ്ങോട്ട് വരണത്? നാട്ടുകാര് വരെ CPM-ന്റെ മുഖത്ത് നോക്കി പറയുന്നത് എന്തുവാന്നറിയാമോ? ചമ്പൽ കൊള്ളക്കാര് പോലും ദൈവത്തിന്റെ മുതൽ കക്കത്തില്ല. അതായത് ചമ്പൽ കൊള്ളക്കാരൻ. ഓയ്യോ, ഞങ്ങൾ അതിന് കൊള്ളക്കാരല്ലോ. ഞങ്ങൾ മോഷ്ടിക്കുന്നവരെ നമ്മൾ അങ്ങനെയാ പറയാ. നിങ്ങൾ എന്നെ സ്വർണ്ണം കാട്ടുകൊള്ള നിങ്ങൾ കോടതിയാ പറയുന്നത്. പോറ്റിയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നപ്പോ ആർക്കൊന്നും മിണ്ടാനില്ലേ? നിങ്ങളുടെ CPM നേതാക്കളുടെ കൂടെ നിൽക്കുന്നതും ഉണ്ടായിരുന്നു. അതന്നെ, അത് മാത്രമേ ഇവിടെ പൊക്കി പിടിച്ചോണ്ട് നടന്നുള്ളൂ. സോണിയാഗാന്ധിയുടെ പോറ്റി നിപ്പുണ്ട്. അത് ആര് വഴി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി പറ? ഏതോ ഒരു വമ്പൻ കോൺഗ്രസ് നേതാവ് വഴി സോണിയാഗാന്ധി. അതിന് വമ്പൻ കോൺഗ്രസ് നേതാവ് പറയാൻ പേടിയുണ്ടോ? ഈ ശിവകുമാറിന്റെ സഹോദരൻ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന ദേവസ്വം മുൻ മന്ത്രിയായിരുന്ന ഇവരുടെ കോൺഗ്രസിന്റെ ശിവകുമാർ മന്ത്രിയുടെ സഹോദരൻ അവിടെ പാത്രം വാങ്ങിയ വകയിൽ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. 1.25 കോടിയുടെ അഴിമതി നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കിണ്ടി മുന്തയം വരെ നീയൊക്കെ കാണിക്കാവോ? നമ്മൾ പറയും, നിങ്ങൾക്ക് പറയാനുള്ള യാതൊരു വിധ അവകാശവും ഇല്ല കേട്ടോ. അവര് കാണിച്ച ഞങ്ങൾ കാണിച്ച ഓഹോ അല്ലേ? ഇവർ രണ്ടും കൂടെ കാണിച്ചേണ്ടിയാ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതിനിടയിൽ കൂടെ BJP-ക്കാര് വന്നിട്ട് കോൺഗ്രസും CPM-ഉം ചേർന്ന് കൊള്ളയടിച്ചു. പിന്നെ നീയൊക്കെ കൊള്ളയടിച്ചെന്റെ കഥ ഇവിടെ ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അമ്പലം വിഴുങ്ങിയതിന്റെ തെളിവുകൾ പുറത്തേക്ക് ഇടണോ? BJP കള്ള സംഘികളെ പുറത്തേക്ക് ഇടണോ? അയ്യോ, ഇവരുടെ അതായത് മറ്റേ സംഘപരിവാറിന്റെ മറ്റേ കക്ഷത്തിരിക്കുന്ന കുറെ ക്ഷേത്രങ്ങളുണ്ട്. അവിടൊക്കെ പിന്നെ നീയൊക്കെ ഗിണ്ടി മൊന്ത അടിച്ചു മാറ്റുന്നില്ല. അത് നമുക്ക് അറിയത്തില്ലെന്നാ വിചാരം. ഈ കൊള്ളയൊന്ന് കഴിഞ്ഞോട്ടെ, നമ്മൾ എല്ലാ അമ്പലം കൊള്ളക്കാരിലേക്ക് എത്തുന്നുണ്ട്. എല്ലാം പറയുന്നുണ്ട്. എല്ലാവരെയും പറയും കേട്ടോ. അതുകൊണ്ട് സംഘപരിവാർ അങ്ങ് വലിയ മറ്റേ വിശ്വാസ സംരക്ഷണത്തിന്റെ കാർഡൊന്നും ഇറക്കി ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. നിന്റെയൊക്കെ സ്വഭാവം എന്തുവാന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് ശബരിമല മറ്റേ വാർഡിരിക്കുന്ന പെരുന്നാട് വരെ നീയൊക്കെ തോറ്റു തൊപ്പിയിട്ടത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറയിക്കരുത്. അപ്പൊ നമുക്ക് പറയാം, BJP കൊള്ള നടത്തി എല്ലാരിലേക്കും പോകും. തൽക്കാലം നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഇതൊന്നുമില്ല. ഇത് ഞങ്ങള് ഉടനെ പത്മകുമാരെ പുറത്താക്കും. അയ്യോ, ഇത്രയും ദിവസം ഇവരുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറ്റേ തള്ളിക്കൊണ്ടിരുന്ന എന്തുവായിരുന്നു അറിയാമോ? കുറ്റാരോപിതൻ മാത്രമാണ്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പത്മകുമാർ കുറ്റക്കാരനാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. ഇപ്പൊ നിന്നിപ്പോ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ടോ? ഉടനെ പത്മകുമാറിനെ എടുത്ത് പപ്പേട്ടനെ വലിച്ചു പുറത്തിടുമെന്ന്. ഇതിപ്പോ ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണെന്നറിയാം തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം? പത്തനംതിട്ട CPM-ൽ നിന്ന് പൊരിഞ്ഞടി തുടങ്ങിയിട്ടുണ്ട്. പത്മകുമാറിനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന്. ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂക്കും കൊത്തി വരയ്ക്കും. അതുകൊണ്ട് എടുത്ത് ഇവനെയൊക്കെ തൂക്കി പുറത്തിടണമെന്ന്. പത്തനംതിട്ടയിലെ CPM നേതാക്കളെല്ലാം കൂടെ കാലിച്ചങ്ങോട്ട് ഇറങ്ങിയതോടെ MV ഗോവിന്ദന് മറ്റു മാർഗങ്ങളില്ല. നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. നേരത്തെ ചെയ്തിരുന്നെങ്കിൽ തദ്ദേശത്തിൽ നിങ്ങൾക്ക് ഇത്ര അടി കിട്ടില്ലായിരുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ. അല്ലെങ്കിലും വൈകിയെ ഞങ്ങൾക്ക് ശുക്രനോ? അതെ, ഞങ്ങൾക്ക് വൈകിയെ. ശരിയാ, ഇവർക്ക് ഇപ്പൊ ശുക്രൻ മറ്റേ മൂലത്തിലാ ഉദിച്ചു നിൽക്കുന്നത്. അതിന് പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോമം നടക്കും. കവടി നിർത്താൻ ഞങ്ങൾക്ക് ഹോമം വേണ്ട, കവടിയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ മതനിരപേക്ഷത, ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. ഞങ്ങൾ ചേർത്ത് നിർത്തും. നിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ആരൊക്കെ അതിന് സ്വർണ്ണം അടിച്ചോണ്ട് പോയി എല്ലാവരും ഞങ്ങൾ കൊണ്ടുവരും. എല്ലാവരും ഞങ്ങൾ ചവിട്ടി പുറത്താക്കും. പുകച്ച് വെളിയിച്ചടിക്കും. നടപടി ഞങ്ങൾ എടുക്കും. നിങ്ങൾ പേടിക്കേണ്ട മാനവരെ, അല്ല ഭക്തരെ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ എന്തിനു പേടിക്കുന്നു? കയ്യിൽ ക്ഷേത്രം ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഇല്ലെങ്കിൽ എടുത്ത് കൊടുക്ക്. നിങ്ങൾ നടപടി ചെയ്യൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വർഗീയത പറയുകയാണെന്ന് വിചാരിക്കല്ലേ? ഒരു സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ മറ്റേ ഈ പള്ളികളിലും മോസ്കുകളിലും ഒന്നും പോയി നിങ്ങൾ കൈയിട്ട് നക്കാൻ ചെല്ലാത്ത എന്താ? പറ. ഈ അമ്പലം മാത്രം അങ്ങ് വിഴുങ്ങുന്നതിന്റെ ഉദ്ദേശം? നിങ്ങൾ ഭക്തരെ കൊണ്ട് ഇറങ്ങൂ. ഞങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് മതപ്രകാരമുള്ള മറ്റു സാധനം വേണമെന്ന് പറഞ്ഞ് ഇറങ്ങൂ. അതാ പറഞ്ഞ പള്ളിയിലും മോസ്കിലോട്ടൊക്കെ ചെല്ല് കൈയിട്ട് വരാൻ. അമ്മാര് വെട്ടി പിരുത്തി വിടും. അവിടെ ഞങ്ങൾ അടുപ്പിക്കോലും ഇല്ലല്ലോ. അവിടെ രാഷ്ട്രീയം ഇല്ലല്ലോ. ഇത് ഇവിടെ മാത്രമല്ലേ രാഷ്ട്രീയം ഉള്ളൂ. അതെ, ഇവിടെ മാത്രമല്ലേ ഞങ്ങൾക്ക് കൈയിട്ടിളക്കാൻ ഒരു അവസരം കിട്ടുന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു അവസരം തന്നാൽ ഞങ്ങൾ അവിടെങ്കിലും
കൂടെ കയറി അങ്ങ് നക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ അത് പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ഭക്തർ പോകൂ, കോടതിയിലേക്ക് പോയി ആ ഒരു ആവശ്യം എടുക്കൂ. ഞങ്ങളിവിടെ ആരെങ്കിലും തടസ്സം ഇല്ല, ഹൈക്കോടതി കൃത്യമായി അവര് മുൻകൈ എടുത്ത് ചെയ്യേണ്ടതല്ലേ അതൊക്കെ. ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേത്രങ്ങളെ രക്ഷിക്കണം, പിടിച്ചെടുക്കണം. അത് ഏത് സർക്കാരായാലും അത് അവരുടെ ആവശ്യമാണ്. ആവശ്യം നടപ്പിലാക്കൂ. എന്തൊക്കെയാണ് പറയുന്നത്? അതായത് അവര് പറയുന്നത് സമനില തെറ്റിയ മനുഷ്യന്മാർക്ക് ഇങ്ങനെയുണ്ടോ? നിങ്ങളിൽ നിന്ന് ക്ഷേത്രം പിടിച്ചെടുക്കണമെന്നോ? ഞങ്ങളിൽ നിന്നല്ല, സർക്കാർ ഭരണം വേണ്ട ക്ഷേത്രത്തിൽ എന്ന് പൊതുവെ ഭക്തർക്ക് ഒരു വികാരമുണ്ട്, ആഗ്രഹമുണ്ട്. അവിടെ സർക്കാർ വേണം, അത് ഏത് സർക്കാരായാലും സർക്കാർ ഭരണത്തിന്റെ കീഴിൽ ക്ഷേത്രം വരണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ അവർ നേടിയെടുക്കട്ടെ. എന്ത് നേടിയെടുക്കണം? അത് പിന്നെ ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു ആവശ്യം എടോ, ഞങ്ങളാണ് ഒരു സർക്കാരിനെ ജനം അധികാരത്തിൽ എത്തിക്കുന്ന എന്തിനാണ്? കൊള്ളയടിക്കാനോ? അല്ല, ഞങ്ങൾ പള്ളി കൊള്ളയടിക്കണം. നിർത്ത്, ഞാൻ പറയട്ടെ. ഒരു സർക്കാരിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവരെ അധികാരത്തിൽ എത്തിക്കുന്നത് അവർ ഞങ്ങളെ ഭരിക്കാനല്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് കാവലായി നിൽക്കേണ്ടവരാണ്. ഞങ്ങളുടെ ജീവനും സമ്പത്തിനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ടവരാണ്. ഈ നാടിനെ പരിപാലിക്കേണ്ടവരാണ്. പരിപാലനം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും വേണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ അധികാരത്തിൽ എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ കൈയിട്ട് നക്കിയാൽ എങ്ങനെയാ? ഈ മോഷ്ടിച്ച ഞാനും വർഗീയത പറയുന്നതല്ല, പക്ഷെ ഈ പ്രതികളായവരെല്ലാരും ഹിന്ദുക്കളല്ലേ? അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമുണ്ട്. ഇവരെല്ലാം CPM-കാരാണ്. CPM മാത്രം നിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നാൽ മതിയോ? അവർക്ക് ഉള്ളിൽ ഭക്തി വേണ്ടേ, ദൈവവിചാരം വേണ്ടേ? ദൈവവിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? എന്നിട്ട് എന്താ പത്മകുമാറിനെ വാസുവിനെയൊക്കെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക? ഞങ്ങൾ പാർട്ടി പിന്നാലെ നിങ്ങൾ ഇന്നും വിശ്വാസത്തിൽ നിന്ന് പുറത്താക്കാത്തത്. ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് ആണോ 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 കുറിയിടുന്നവർ തന്നെയാണോ? ഈ പത്മകുമാർ കുറിയിടുന്ന മനുഷ്യനല്ലേ? വാസു കുറിയിടുന്ന പോറ്റി എത്ര കുറിയാണ് എന്നിട്ട് എന്ത് കാണിച്ചു കൂട്ടിയത്? എന്ത് കാണിച്ചു കൂട്ടിയത്? എന്നിട്ട് ഞങ്ങൾക്ക് പാർട്ടിക്ക് കുറ്റം. ഞാൻ പറയാം, ശരിയല്ലേ? അവർക്ക് ദൈവവിചാരം ഉണ്ടോ? ദൈവവിചാരം ഉണ്ടെങ്കിൽ അവർ അമ്പലത്തിൽ കളിക്കുമായിരുന്നോ? എന്തേ ഞാൻ പറഞ്ഞില്ല ഇവർക്ക് സമനില തെറ്റിയിരിക്കാം. പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല, നിങ്ങളുടെ പാർട്ടിക്കാരാണോ അവര്? അവര് തെറ്റ് ചെയ്ത ഒരു ക്രിസ്ത്യാനി പിടിച്ച് അവിടെ ഞാൻ പറയട്ടെ, പത്മകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് ആരാ? അതിനെ ഞാൻ ചോദിക്കുന്നത്. ആരാ? സർക്കാർ. പേര് പറ, ആളുടെ പേര് പറ. പേര് ദേവസ്വം മന്ത്രി പിണറായി വിജയൻ. ദേവസ്വം മന്ത്രി പിന്നെ അവിടെ ദേവസ്വം മന്ത്രി പിണറായി വിജയനാണ്. മറ്റേ പിണറായി വിജയന്റെ വലം കൈയും ഇടം കൈയും ഒക്കെയാണ് മറ്റേ പപ്പേട്ടനും വാസുവും. ഈ അഴിമതിക്കാരെ അവിടെ കൊണ്ട് നിയമിച്ച എന്ത് കാര്യത്തിനാ? ഞങ്ങൾ അറിഞ്ഞു ഇവര് അഴിമതിക്കാരാണെന്ന്. ഇവര് സ്ഥിരം പ്രശ്നക്കാരായ ഇവര് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നല്ലേ ഇവന്മാരുടെ കയ്യിലിരിപ്പ്? നമ്മളെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമിനെ പിടിച്ച് അവിടെ ഇരുത്തില്ലല്ലോ. ഒരു ഹിന്ദുവിനെ തന്നെയല്ലേ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയത്. ഇവർക്ക് ദൈവവിശ്വാസവും മതവിശ്വാസവും ഇല്ലാതെ ദൈവകോപം വരുമെന്നൊന്നും ചിന്തിക്കാതെ ഓരോന്ന് പാട്ട് കൂട്ടിയിട്ട് ഞങ്ങള് പാർട്ടിയുടെ കുറ്റം പറയുന്നു. അവർക്ക് ഇത് ഇവിടെ നിന്ന് പറയാതെ പാർട്ടി ആഫീസിൽ പോയെന്ന് പറയാമോ? ഞാൻ പാർട്ടി ഓഫീസിൽ പോയി അല്ല ഇത് പറയേണ്ടത്. ഇത് അവരെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള കാര്യമാണ്. അവര് ദൈവഭക്തിയില്ലാതെ വിശ്വാസികളെ ഭക്തരെ നിങ്ങൾ ഓർക്കൂ. അവർ CPM എന്നതിലുപരി അവർ ഹിന്ദുക്കളാണ്, അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടാണ് അവർ ഈ പണി കാണിച്ചത്. എന്നിട്ട് ഞങ്ങളെ പാർട്ടിക്ക് കുറ്റം. എന്ത് അവിടെ പത്മകുമാർ മുസ്ലിമാണോ ആണോ ക്രിസ്ത്യാനിയാണോ? അവർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തതിന് നമ്മളെന്ത് ചെയ്യാൻ? ദൈവവിശ്വാസം ഇല്ലാത്ത ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പാർട്ടിക്ക് കുറ്റം. അല്ലെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വിശ്വാസമൊക്കെ എന്ന് മുതലാ വന്നത്? അതന്നെ ഞാൻ ചോദിക്കണത്. വിശ്വാസം വന്നത് വിശ്വാസികളല്ലേ അവിടെ നിയമിക്കൂ? വിശ്വാസമുള്ളവരല്ലേ അവിടെ നിയമിക്കൂ? എനിക്കറിഞ്ഞൂടാ. വിശ്വാസികളല്ലേ അവിടെ നിയമിക്കൂ? എത്ര വിശ്വാസികളെ നിങ്ങൾ അവിടെ കൊണ്ട് നിയമിച്ചേക്കുന്നത്? വാസവൻ മറ്റേ ശബരിമലയിൽ പോയാൽ അത് തൊഴുത്തു പോലും ഇല്ല, ഇങ്ങനെ നിൽക്കുന്നത്. വിശ്വാസം അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് കൊള്ളയടിക്കരുത് എന്നുള്ള ഒരു അല്പമെങ്കിലും ഒരു മര്യാദ മനസ്സിനകത്തിനുള്ളിൽ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ആ മര്യാദ ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവര് നിങ്ങളുടെ ആൾക്കാരല്ലേ? ബേസിക് ആയിട്ട് അവർക്കൊരു ബേസ് ഇല്ലേ? പാർട്ടിയൊക്കെ പിന്നീടല്ലേ. ആദ്യം അവർക്ക് ബേസ് എന്താ? അവരൊരു ഹ്യൂമൻ ബീങ്. അവരുടെ മതം എന്താ? അവർ ഹിന്ദുക്കൾ. ആ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നോ? കൊള്ളയടിച്ചതാരാ? ഇവരുടെ CPM മുൻ MLA. അവർക്ക് കൊള്ളയടിക്കാനുള്ള എല്ലാ വഴിയും തുറന്നിട്ട് കൊടുത്തത് ഈ സർക്കാർ. അതെന്താ പണയാത്തത്?
ഈ സർക്കാർ ശബരിമലയിൽ കണ്ട കാലം അത്രയും കൊള്ള നടന്ന് നിങ്ങൾ അറിഞ്ഞില്ലെന്നാണോ? നമ്മൾ തൊണ്ട തൊടാതെ അതങ്ങ് വിഴുങ്ങാണോ നമ്മള്? ഞങ്ങൾ കൊള്ളയടിക്കുന്നു പറഞ്ഞ അവർക്ക് അവരെ പിടിച്ച് അവിടെ ഇരുത്തിയത്. അവരുടെ മതം, അവരുടെ സ്ഥലം, അവരുടെ വിശ്വാസം അവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നിയമനം കൊടുത്തിട്ട് അവർ ഓരോന്ന് അവരെ കയ്യിലിരിപ്പ് വെച്ച് കാട്ടിക്കൂട്ടിയിട്ട് കുറ്റം മൊത്തം പാർട്ടിക്ക് ഇപ്പൊ. എടോ അവിടെ ഞാൻ ചോദിക്കട്ടെ, 2019 മുതൽ അവിടെ കൊള്ള നടന്നിട്ട് നിങ്ങളുടെ സർക്കാർ അറിഞ്ഞില്ലേ അവിടെ കൊള്ള നടക്കുന്നത്? ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു ഈ കള്ളന്മാരെ കാണിക്കണം. ഞങ്ങൾ അവസാനം അതായത് ഇരട്ടച്ചങ്കൻ ഒന്നും അറിഞ്ഞില്ല സുഹൃത്തുക്കളെ കേട്ടോ. ഇരട്ടച്ചങ്കൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാരും പത്മകുമാറും വാസുവും ചേർന്നാണ്. പക്ഷെ ഒരു കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടല്ലോ, എന്തിയേ? കടകംപള്ളി സുരേന്ദ്രൻ വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ നിങ്ങളുടെ മന്ത്രി ആയിരുന്നില്ലേ? ഉറങ്ങാൻ പറ്റണില്ലെന്ന് ആ വീട് സതീശ് ചുമ്മാ അമ്പലക്കളി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയോ ഒരു മനുഷ്യന്റെ ഉറക്കം കളഞ്ഞില്ലേ നിങ്ങള്? കേസ് കൊടുത്താ പോരെ പിള്ളേച്ച? മാനനഷ്ടം കൊടുത്തിട്ടുണ്ട്. മാനം ഇല്ലാത്ത നിങ്ങളൊക്കെ മാനം ഇല്ലാത്തവരല്ലേ വിളിച്ചോണ്ട് നടക്കുന്നത് അമ്പലക്കളൻ ഉള്ളതല്ലേ പറഞ്ഞത്? 2019 അവിടെ കൊള്ള നടന്നത് ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല. പിന്നെ അവിടെ കിഴങ്ങ് പറിക്കാനാണോ അങ്ങനെ അവിടെ പോയിരുന്നത്? ഒറ്റ അലക്ക് വെച്ച് തന്നോണ്ട് ഇവരെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തി എന്തിനാണ്? ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല 2019 അവിടെ കൊള്ള നടന്നത്. അത് പിന്നെ കള്ളരേഖ ഒപ്പിട്ടതായിരിക്കും. പിന്നെ അയ്യോ, കടകംപള്ളി സുരേന്ദ്രന്റെ ഗുണം ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാതിരിക്കുവാണല്ലോ. പോടെ അങ്ങോട്ട് എഴുന്നേറ്റ്. പിണറായി ഒന്നും അറിഞ്ഞിട്ടില്ല. പിണറായി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവ കുറ്റക്കാര് പത്മകുമാറും വാസു മാത്രം. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ചാവേറാകാൻ ഒരുത്തം വേണം. അതിനി പത്മകുമാറാണോ വാസു ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ കേട്ടോ. അല്ലല്ല ഇപ്പൊ പിടിക്കപ്പെട്ടവരിൽ മറ്റേ വൻസ്രാവ് എന്ന് പറയുന്നത് ഇതുവരെ പിടിക്കപ്പെട്ടതിൽ വൻസ്രാവ് മറ്റേ പത്മകുമാറാണല്ലോ. അതായത് ചാവേർ ഒന്നെങ്കിൽ മറ്റേ പത്മകുമാർ അല്ലെങ്കിൽ വാസു. ഇവന്മാരിൽ തീരും. സർക്കാർ ഒന്നുമേ അണിഞ്ഞിട്ടില്ല. സർക്കാർ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? അവിടെ കഴിവില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോടും. അത് പിന്നെ ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവർ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. നിങ്ങളുടെ സർക്കാരിന് കഴിവില്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നത്. ഞങ്ങൾ സംരക്ഷിക്കും, ഇതെല്ലാം നോക്കി നടത്തുമെന്ന് പറഞ്ഞു ഓരോ നിയമനം കൊടുത്തിട്ട് നിർത്തടൂ. എന്ത് വിശ്വാസമാണ് നിങ്ങൾ ശബരിമലയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ കേക്കട്ടെ. അത് ഞങ്ങൾ അത് കൊടുത്തത് വേറെ മുസ്ലിമിന് കൊടുത്തില്ലല്ലോ, നിങ്ങൾ ഹിന്ദുവിന് കൊടുത്തതിനെ കുറിച്ചൊന്നും ഇവിടെ പണയണ്ട കേട്ടല്ലോ. അവർ ഹിന്ദുക്കളല്ലേ? അത് മാറ്റി നിർത്ത്. എടാ ഈ പിടിക്കപ്പെട്ടവരിലുള്ളതെല്ലാം നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ? ഞങ്ങൾ ആൾക്കാർ പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവർക്ക് ബേസിക് ആയിട്ടൊരു ഇതില്ലേ, ഒരു ബോധം ഇല്ലേ? ബേസിക് ആയിട്ടൊരു സാധനം ഇല്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവസാനം പിണറായി ഒന്നും അറിഞ്ഞില്ല. ഇരട്ടച്ചങ്കൻ ഒന്നും അറിയാതെ നടന്ന കൊള്ളയാണ്. സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യന് അറിഞ്ഞതേയില്ല. എനിക്ക് ഒന്നുകൂടി വാസുവോ പത്മകുമാറോ ആയിരിക്കും ചാവേർ. ഇതിലേതേലും ഒരെണ്ണം ഒലക്കട